ഹനുമാൻ അല്ലെങ്കിൽ ആഞ്ജനേയൻ. സപ്തചിരഞ്ജീവികളിൽ ഒരാളാണ് ഹനുമാൻ. ശിവൻ തന്നെയാണ് ഹനുമാനായി അവതരിച്ചത് എന്ന് ശിവപുരാണവും ദേവി ഭാഗവതവും പറയുന്നു. മഹാബലവാനായ വായുപുത്രനാണ് ഹനുമാൻ എന്ന് വിശ്വാസം. ശ്രീരാമസ്വാമിയുടെ പരമഭക്തനാണ് ഹനുമാൻ. പുരാണങ്ങളിൽ ഹനുമാന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: ഒരിക്കൽ ഉമാമഹേശ്വരന്മാർ വാനരരൂപികളായി വനത്തിൽ പ്രവേശിച്ചു. അവർ ആനന്ദത്തോടെ വനത്തിൽ വസിച്ചു. അവിടെ വെച്ച് ദേവി ഗർഭിണിയായി. എന്നാൽ അത് ദേവിയെ സന്തോഷിപ്പിച്ചില്ല. ജനിക്കുന്ന ശിശു വാനരൻ ആയിരിക്കുമെന്നതിനാലാണ് അത്. ദേവിയുടെ വിഷമം മനസ്സിലാക്കിയ ശിവഭഗവാൻ തന്റെ യോഗശക്തിയിൽ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കുകയും സംരക്ഷിക്കാനായി വായുദേവനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ ശിശു ആരിലൂടെ ജനിക്കുമെന്ന് ചിന്തിച്ച വായുദേവൻ പുത്രലാഭാർത്ഥം ശിവഭഗവാനെ തപസ് ചെയ്യുന്ന കേസരി പത്നിയായ അഞ്ജനയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു: നീ അനുഷ്ഠിക്കുന്ന തപസ് മതിയാക്കൂ. ശിവശക്തി ചൈതന്യമുള്ള ഒരു ശിശുവിനെ ഞാൻ നിന്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു. അവനെ നന്നായി പരിചരിക്കുക. അഞ്ജന സന്തോഷത്തോടെ ആ ഗർഭം ഏറ്റുവാങ്ങി. ദിനങ്ങൾ കടന്നുപോയി. അഞ്ജന സൂര്യതേജസ്വിയും ഫലവാനും ആയ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അഞ്ജനപുത്രനായതിനാൽ ആഞ്ജനേയൻ എന്നറിയപ്പെട്ട ശിശു പിന്നീട് ഹനുമാൻ എന്ന പേരിൽ അറിയപ്പെടാനിടയായ ഒരു കഥയുണ്ട്. ഒരിക്കൽ സൂര്യനെ ചുവന്ന പഴം എന്ന് തെറ്റിദ്ധരിച്ച് പറിക്കാനായി ആഞ്ജനേയൻ ആകാശത്തേക്ക് കുതിച്ചു എന്നും ആ സമയം ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചതിനാൽ ആഞ്ജനേയന്റെ ഹനുവിൽ, അതായത് താടിയിൽ മുറിവേറ്റു എന്നും അങ്ങനെ ഹനുമാൻ എന്നറിയപ്പെട്ടു എന്നും പറയുന്നു.